രാമായണത്തെ പറ്റി സംസാരിച്ചു. ശ്രീരാമചന്ദ്രനെ പറ്റി പറഞ്ഞു, ഭരതനെ പറ്റി പറഞ്ഞു, ലക്ഷ്മണനെ പറ്റി പറഞ്ഞു. അതുകൂടാതെ ഒരു കൂട്ടം ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞു. ഹനുമാൻ ദേവനെ കുറിച്ച് പറഞ്ഞു, വിഭീഷണനെ കുറിച്ച് പറഞ്ഞു, അല്ലേ? പിന്നെ ആരെ പറ്റി പറഞ്ഞു? കുംഭകർണനെ പറ്റി പറഞ്ഞു, പതിവ്രതാരത്വമായ സീതാദേവിയെ പറ്റി പറഞ്ഞു. രാമായണത്തിന്റെ എല്ലാം കാര്യകാരണമായ ദശരഥ മഹാരാജാവിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പുണ്യമായ രാമായണത്തിന്റെ 32 ദിവസങ്ങൾ നമ്മൾ പിന്നിട്ട് പോയി. കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് കഴിഞ്ഞ് ഒരു കോയിൻസൈഡ് എന്ന പോലെ ത്രേതായുഗത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ദ്വാപര യുഗത്തിലേക്ക് വന്നു. അങ്ങനെ ജന്മാഷ്ടമിയും നമ്മൾ കഴിഞ്ഞ ആഴ്ച ആഘോഷിച്ചു, അല്ലേ? നമുക്ക് എത്ര രസമാണ്! അറിയാതെ തന്നെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതിന്റെ ഒരു സൂചകമാണ്. ത്രേതായുഗം വന്നു, അവിടെ നിന്നാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നത്. ദ്വാപര യുഗത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഒരു കോയിൻസൈഡ് എന്ന പോലെ. നമ്മൾ രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ജന്മാഷ്ടമി എത്തി. അങ്ങനെ നമ്മൾ ദ്വാപര യുഗത്തിൽ വന്ന് ജന്മാഷ്ടമിയും ചെയ്തു, ഇല്ലേ? ഇനി നമ്മൾ നേരെ നമ്മുടെ റിയൽ വേൾഡിലേക്ക് വരികയാണ്. ഏതാണ്? കലിയുഗം. കലിയുഗത്തിലേക്ക്. എന്താണ് കലിയുഗത്തിന്റെ പ്രത്യേകത? നോ ഡൗട്ട്, കലിയുഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഒറ്റ വേടിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കലിയുഗത്തിന്റെ പ്രത്യേകത മന്ദാര സുമന്ദമതയോ. എഴുതി വെച്ചു, മന്ദാര സുമന്ദമതയോ. അഭിജിത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വീണ്ടും പറയാനേ, പിന്നീട് അതിന് അർത്ഥം പറയാം. മന്ദാര സുമന്ദമതയോ. സുമന്ദ മതയോ. അപ്പൊ നമുക്ക് 4 യുഗങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു സത്യയുഗം അഥവാ കൃതയുഗം, പിന്നെ വന്നപ്പോ ത്രേതായുഗം, പിന്നെ വന്നപ്പോ ദ്വാപരയുഗം, അത് കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന യുഗമാണ് കലിയുഗം. മന്ദാക സുമന്ദമതയും. എല്ലാവരും മടിയന്മാരായിരിക്കും, മന്ദന്മാരായിരിക്കും, ഒന്നിനോടും ആക്റ്റീവായി നിൽക്കില്ല. ലേസിനെസ്. 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേക്കാമെന്ന് പറയുമ്പം അത് 20 പ്രാവശ്യം അലാറം അടിക്കണം. 20 പ്രാവശ്യം അലാറം അടിക്കുക. 6 മണിക്ക് 7 മണിക്ക് അമ്മ വന്നിട്ട് വെള്ളം കോരി ഒഴിച്ച് എഴുന്നേക്കും. അപ്പോഴത്തേന് സ്കൂൾ ബസ്സും വന്നു കഴിഞ്ഞു. ഡിം 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 പെട്ടെന്ന്, അല്ലേ? കുളിക്കാനും സമയം കിട്ടത്തില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും സമയം കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല, പിന്നെ ഒറ്റ ഓട്ടമാണ്, അല്ലേ? അതാണ് കലിയുഗത്തിന്റെ പ്രത്യേകത. മന്ദാക സുമന്ദമതയു. ഇതില് രസകരമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലാറം വെച്ചിട്ട് നമ്മള് ഐശ്വര്യപൂർണമായ ഒരു ദിവസത്തേക്ക് നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ അവിടെ നമ്മൾ അലാറം വെച്ചിട്ട് 5 മണിക്ക് അലാറം വെച്ചു, അല്ലെ 5:30 5:30 അലാറം വെച്ചു. അലാറം അടിച്ചു, നമ്മൾ ഉണർന്നു. നമ്മൾ വിചാരിച്ചു ഒരു 5 മിനിറ്റ് കൂടി കിടക്കാം. ക്ലോക്കിന്റെ തലയിൽ അടി വെച്ചു കൊടുത്തിട്ട് നമ്മൾ വീണ്ടും കിടക്കും. അതോടുകൂടി ആ ദിവസത്തിന്റെ എല്ലാ ഐശ്വര്യവും പോയി. ഫെയിൽഡ്. That day you are failed. കാര്യം ഇതിന്റെ ഒരു ആവർത്തനമാണ് പിന്നുള്ള നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ ഓരോ കർമ്മങ്ങളും, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം. അപ്പം പിന്നെ വരുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാതെ ഒരു ലേസിനെസ്
ഉണ്ടാവും. നമ്മൾ അതിനെ വലിച്ചടച്ചുകൊണ്ടേയിരിക്കും, പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കാര്യവും നമ്മൾ സമയത്തിന് ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല. അതുകൊണ്ട് അലാറം പോസ്റ്റ്പോൺ ചെയ്യാൻ പാടില്ല. 5 മണിക്ക് എഴുന്നേക്കണം, അതല്ല എനിക്ക് അരമണിക്കൂർ കിടത്തിട്ട് 5:30 എനിക്ക് എഴുന്നേക്കാൻ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അലാറം 5:30 വെക്കാവൂ. ആ 5:30 അലാറം അടിക്കുക, 5:30 എഴുന്നേക്കുക. ഫിക്സ് ദ ടൈം, ബി പഞ്ച്വൽ. അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നേരെ ഭഗവാന്റെ അടുത്ത് തൊഴുത് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് പിന്നെ പ്രാഥമിക കർമ്മങ്ങള് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും ഭഗവാന്റെ അടുത്ത് വരുമ്പോഴത്തേന് ആ ദിവസത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ഒന്നും നമുക്ക് പോസ്റ്റ്പോൺ വരേണ്ടി വരത്തില്ല. എല്ലാം പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ടൈം ഫിക്സ് ചെയ്യുക. ആ ടൈമിൽ തന്നെ നമ്മൾ എഴുന്നേൽക്കുക. ഹരേ കൃഷ്ണ. എല്ലാവരും റെഡിയല്ലേ? ഇന്ന് എഗ്രിയല്ലേ? കറക്റ്റ് അല്ലേ? നമുക്ക് വിശക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അച്ഛനോടും അമ്മയോടും പറയും എനിക്ക് വിശക്കുന്നു പറയുകയാണ്. ഒരു 10 മിനിറ്റ് കൂടെ കഴിയട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് അമ്മ വീണ്ടും വിശക്കുന്നു. ഒരു 10 മിനിറ്റ് കഴിയട്ടെ. എന്താ അമ്മ ഇത് ഭക്ഷണം എല്ലാം ശരിയല്ലേ, പിന്നെന്താ തരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ നമുക്ക് ഇഷ്ടപ്പെടുമോ? 10 മിനിറ്റ് കൂടെ കഴിയട്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമോ? പിന്നെ അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് ആഹാരം തരുമ്പോൾ നമ്മൾ എത്ര വിശന്ന് കഴിഞ്ഞാലും ആ ആഹാരം സന്തോഷത്തോടെ കഴിക്കാൻ തോന്നുമോ? ഇല്ല. എന്തുകൊണ്ട്? ആരും ഒന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? പറഞ്ഞു. വിശക്കുന്നുണ്ടെങ്കില് നമ്മള് ഫുഡ് കഴിക്കുന്നത്. വിശക്കുമ്പോൾ തരണം, ഇല്ലെങ്കിൽ വിശപ്പ് മാറി കഴിഞ്ഞിട്ട് തന്നാ പിന്നെ നമ്മൾ സന്തോഷത്തോടെ അത് തിന്നത്തില്ല. അപ്പൊ നമ്മള് മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഒരു നെഗറ്റീവ് എനർജി അവിടെ വന്നു. ഈ നെഗറ്റീവ് എനർജി അലാറം വെക്കുമ്പോഴും നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുമ്പോഴത്തേന് ഈ നെഗറ്റീവ് എനർജി മായയാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഈ മായ നമ്മളെ, അപ്പം നമ്മുടെ ബുദ്ധി അല്ല പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, മായയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഈ നെഗറ്റീവ് എനർജി നമ്മളെ കൂടിക്കഴിഞ്ഞു. ഫസ്റ്റ് അലാറം പോസിറ്റീവ് എനർജി ആണെങ്കിൽ പിന്നെ വരുന്ന സെക്കൻഡും തേർഡും അലാറങ്ങള് നെഗറ്റീവ് എനർജികളാണ്. അപ്പൊ ഓരോ സെക്കൻഡും തേർഡ് ഫോർത്ത് വരുമ്പോഴത്തേന് ഓരോ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മുടെ ബുദ്ധി മണ്ഡലത്തിലേക്ക് നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞു. അങ്ങനെ മൾട്ടിപ്പിൾസ് ആകുമ്പോഴത്തേന് പോസിറ്റീവ് എനർജി ഒന്നും ഇല്ലാതായി കഴിഞ്ഞു. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമ്മള് ഭഗവത്ഗീത കണ്ടിന്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. മനോജ് എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അറിയാമോ? അത് നോക്കി വെച്ചേരെ, ഞാനെല്ലാം മറന്നു. 2ാമത്തെ അധ്യായമാണെന്നറിയാം, ഇത് ശ്ലോകമാണെന്നുള്ളതാണ്. ഓക്കെ. അതിനു മുമ്പായിട്ട് ഇന്ന് തൊട്ട് നമ്മള് ഒരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. യോഗ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? പ്രാണായാമം അറിയാമോ? പ്രാണായാമം അറിയാമോ? ഇല്ല. പ്രാണായാമം അറിയത്തില്ല. പ്രാണായാമം അറിയില്ല. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പിന്നെ ഹഠയോഗം? ഇല്ല.
ഓക്കെ, നമ്മൾ ഇന്ന് ഒരു പ്രാണായോഗം ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് ഒരു യോഗ സെന്റർ ഉണ്ട്. അത് ഹഠയോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയത്തില്ല. ആ യോഗയ്ക്ക് കുറെ കുട്ടികൾ പോവാറുണ്ട് പഠിക്കാൻ. അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ നമ്മൾ ഒരു മിറക്കിൾ പവർ അതിനകത്ത് കുറച്ച് കിട്ടുന്നുണ്ട്. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കണ്ണ് കെട്ടി വെച്ചിരുന്നു കഴിഞ്ഞാല് എന്നിട്ട് നമുക്ക് പുസ്തകം തരുക, അത് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും അക്ഷരങ്ങൾ. ഇത്രയൊക്കെ നമ്മുടെ സാധാരണ നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് എക്സർസൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൃഷ്ണൻ ഈ കാണിച്ചതിനെല്ലാം അത്ഭുതമുണ്ടോ? അത്ഭുതമുണ്ടോ? ഇല്ല. നമുക്ക് ഇത്രയും എക്സർസൈസ് ചെയ്തുകൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. നമുക്ക് ഈ യോഗ ചെയ്തിട്ട് ഈ സ്കില്ലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഭഗവാൻ ആയതുകൊണ്ട് ഭഗവാൻ എല്ലാം ചെയ്യാൻ പറ്റും. ഭഗവാൻ അത്ഭുതമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുമ്പം അത് അത്ഭുതമായി, ഇല്ലേ? അപ്പൊ നമ്മൾ നേരെ ഒരു മെഡിറ്റേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നുമില്ല, ഞാൻ വലുതായിട്ട് പറഞ്ഞതേ ഉള്ളു. ഹരേ കൃഷ്ണ മഹാമന്ത്രം 27 പ്രാവശ്യം 27 മണി ഇന്ന് നമുക്ക് ജപിക്കാം. പക്ഷേ അത് ജപിക്കുന്നത് ബ്രീത്ത് കൺട്രോളിലാണ്. അവിടെയാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അവിടെ പ്രാണായാമത്തിന്റെ പ്രസക്തിയും വരുന്നു. അതായത് നമ്മളെ ബ്രീത്ത് കൺട്രോൾ, നമ്മുടെ ശരീരത്തെ ഒരേപോലെ നിയന്ത്രിക്കാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ ചൈതന്യവും വരുന്നു. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഭഗവാന് വേണ്ടി സമർപ്പിച്ചെങ്കിൽ മാത്രമേ അതിന് വിജയമുള്ളൂ. നമ്മൾ ശ്ലോകം പഠിച്ചല്ലോ, എന്താണ്? യത് കരോഷി, എപ്പോഴും പറയുന്ന ശ്ലോകമാണ്. യത് കരോഷി യജസ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്യാത് മദർപ്പണം. നീ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, നീ എന്ത് ഭക്ഷിക്കുന്നുവോ അതെല്ലാം എനിക്ക് വേണ്ടി ചെയ്യണം. യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസ്യ കൗന്ദേയ തത്പുരുഷമതർപ്പണം. രാഹുൽ, ഓർമ്മ വരുന്നില്ലേ? പഠിച്ചില്ലായിരുന്നു, പക്ഷെ എപ്പോഴും നമ്മൾ പറയുന്നതല്ലേ. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേ. മാതാജി ഏതാ ശ്ലോകം, ഏത് നമ്പറായിരുന്നു? റിജു മാതാജി, ഏത് ശ്ലോകമായിരുന്നു നമ്പർ? 9.27. ഓക്കെ ഓക്കെ, ഞാനിപ്പോ പറയുമ്പോഴും പറയും പഠിച്ചിട്ടില്ല സത്യമാണ്, ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നാമം ജപിക്കാം. നാമം ജപിക്കുന്നത് നമ്മൾ യോഗയിലൂടെ ആയിരിക്കണം, അതായത് ബ്രീത്ത് കൺട്രോളിലായിരിക്കണം. അപ്പൊ നമ്മൾ ഓം എന്ന് ഉച്ചരിക്കുമ്പോ എങ്ങനെ ഓം ഉച്ചരിക്കുന്നത്? നമ്മള് ശ്വാസം എല്ലാം മേലോട്ട് കൊണ്ടുവന്നിട്ട് പരമാവധി ശ്വാസം നമ്മളെ മേളിൽ കൊണ്ടുവരും. അങ്ങനെ നിവർന്നിരുന്നിട്ട് കൈകളൊക്കെ നിവർത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ ഇതൊരു ധ്യാനമാണ്. ഓംകാരം ഇത് പറയുന്നു ഭഗവത്ഗീതയില്. പിതാഹമസ്യ ജഗതോ മാതാ താഥാ പിതാമഹഃ. ഇത് പഠിച്ചതല്ലേ? പവിത്രമോംകാരം പിതാഹമസ്യ ജഗതോ മാതാ താഥാ പിതാമഹഃ വേദ്യം പവിത്രം ഓംകാരം ദീർഘ യജുർ സാമ ഏവച. ഈ ജഗത്തിന്റെ അച്ഛനും അമ്മയും മുതുമുത്തച്ഛൻ പ്രപിതാമഹനും ഞാൻ തന്നെയാണ്.
പിതാഹമസ്യ. ആരാ പറയുന്നത്? ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ ആര് പറയുന്നു? ഭഗവാൻ കൃഷ്ണൻ പറയുന്നു. പിതാഹമസ്യ ജഗതോ മാത താത പിതാമഹ. പിന്നെന്താ പറഞ്ഞ? വേദ്യം. ഈ വേദങ്ങളും വേദ്യം. പവിത്ര ഓംകാരം, പവിത്രമായ ഓംകാരവും. വേദ്യം പവിത്രം ഓംകാരം, പവിത്രമായ ഓംകാരവും. പിന്നെന്താ? ഇർക്ക് യജുര് സാമ. ഈ വേദങ്ങളും ഞാൻ തന്നെയാണ്. അപ്പം ആ ഓംകാരത്തെ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്, ശരിയായ ഭഗവാന്റെ പേരിൽ കൊണ്ടുവരിക. നമ്മൾ മന്ത്രങ്ങള്, നമ്മൾ യജ്ഞങ്ങള്, ഹോമങ്ങള് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഓം ഉപയോഗിക്കുന്നത്. കാര്യം എല്ലാ മന്ത്രങ്ങൾക്കും ശക്തി പകരണം എന്നുണ്ടെങ്കിൽ ആദ്യം ഓം ചെയ്യണം, ഇത് ഭഗവാന് സമർപ്പിക്കണം. അതുകൊണ്ടാണ് ഓം വാസുദേവായ നമഃ എന്ന് പറയുന്നത്. പിന്നെ യജ്ഞങ്ങൾ സമർപ്പിക്കുമ്പം വേറെ അർത്ഥം, സ്വാഹ സമർപ്പിച്ചു എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെല്ലാൻ പോവുകയാണ്. 27 പ്രാവശ്യം എന്ന് ചെയ്യുന്നുള്ള ചെറിയ കുട്ടികളും ഉണ്ടായതുകൊണ്ട് 27 പ്രാവശ്യം മാത്രമേ നമ്മൾ ചെയ്യുന്നു. 27 16 പ്രാവശ്യമേ ചെയ്യുന്നു. നമ്മളെ ചെയ്യെ കുറച്ചു. അപ്പം ഈ 16 പ്രാവശ്യം മാലയില്ലാത്തവര് കൈകൾ എടുക്കാം. ഇതാ, 2 കൈ 10, പിന്നെ ഒരു കൈ 5, പിന്നെ ഒരു വിരല്, അങ്ങനെ 16 പ്രാവശ്യം. ഓക്കെ, ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്വാസം പരമാവധി മേളിലെടുക്കുക. പരമാവധി മേളിലെടുത്തിട്ട് പുറത്തോട്ട് വിടുന്ന എയറിനെ എന്താ പറയുന്നത് ഇംഗ്ലീഷില്? എനിക്കറിയത്തില്ല. Breathe in, breathe out. Breathe in, breathe out. Okay, very good. Breathe in. അപ്പൊ breathe in നമ്മൾ പരമാവധി മാക്സിമം മേളിലോട്ട് എടുക്കുക. breathe in, breathe out. breathe out. breathe in നമ്മള് മൂക്കിലൂടെ പോകും. breathe out നേരെ ആ ശ്വാസത്തെ മേളിൽ കൊണ്ടുവന്ന് എടുത്ത് കറക്കി സർക്കിൾ ചെയ്തിട്ട് നമ്മൾ വായിലൂടെ വരും. അപ്പൊ വായിലൂടെ വരുമ്പം അതൊരു മന്ത്രത്തിന്റെ ഒരു ശബ്ദത്തിലൂടെ വരണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്വാസം കഴിഞ്ഞു, വീണ്ടും നമ്മൾ മേലോട്ടെടുക്കുന്നു, പുറത്തോട്ട് പോകുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. മനസ്സിലായില്ലേ? അപ്പം ബ്രീത്ത് ഇൻ മാക്സിമം മേപ്പോട്ടെടുക്കുക. 1 2 3 4 പറഞ്ഞ ശേഷം ബ്രീത്ത് ഔട്ടില് ഹരേ കൃഷ്ണ മാക്സിമം പോകുന്നത് വരെ ചെല്ലുക. വീണ്ടും ബ്രീത്ത് ഇൻ എടുക്കുക. അങ്ങനെ 16 പ്രാവശ്യം. ഏകദേശം 4 പ്രാവശ്യം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 4 ശ്വാസത്തിൽ തീരും പറ്റും. വളരെ എളുപ്പം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 സ്റ്റാർട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ. സ്റ്റാർട്ട് ചെയ്തോളൂ. ആരുടെയും ചുണ്ടനങ്ങുന്നില്ല. എല്ലാരും ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും വ്യത്യാസമുണ്ട്. ഒരു കുഴപ്പമില്ല. മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. 1 2 3 4 സ്റ്റാർട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. വെരി ഗുഡ്. 16 പ്രാവശ്യം കഴിഞ്ഞു. എന്തൊരു സുഖം കിട്ടുമെന്നറിയാമോ? അത് കഴിഞ്ഞിട്ട് ശരീരത്തിനൊരു ഉന്മേഷം കിട്ടും. ഇത് ദിവസവും ശീലിച്ചു നോക്കൂ. ആ 16 പ്രാവശ്യം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ 4 ശ്വാസം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് പിന്നെ ഒരു 8 ശ്വാസമാക്കി മാറ്റണം. പിന്നെ നമുക്കതൊരു 12 ശ്വാസമാക്കി മാറ്റണം. അപ്പം മൾട്ടിപ്പിൾ ആയിട്ട് 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഓരോ ബ്രീത്തും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഇത് രാവിലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രജപവും ചെയ്ത് ശരീരത്തിന് ഉന്മേഷവും കിട്ടും. നമ്മളെല്ലാം ഷോർട്ട് കട്ടാ നോക്കുന്നത്. ഏത് കാര്യത്തിന് ഷോർട്ട് കട്ടല്ലേ നോക്കുന്നത്? അപ്പോൾ റെഡിയല്ലേ? ഇത് ചെയ്യാൻ റെഡിയല്ലേ എല്ലാ ദിവസവും? ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മള് നേരെ ഭഗവത്ഗീത ഏത് ശ്ലോകമാണ് നമ്മൾ നിർത്തിയത്? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. ഇന്ന് നമ്മൾ ജനറൽ ആയിട്ട് നോക്കാം. ഓക്കെ, എവിടെയോ വെച്ചു. പുഷ്പൻജി ഓർമ്മയില്ലേ? പറഞ്ഞോ. ഈ ശ്ലോകങ്ങളൊക്കെ എവിടുന്നാ എടുക്കുന്നത്? ആരാ ചോദിച്ചത്? അചൽ. ഓക്കെ. ഈ ശ്ലോകങ്ങള് ഒന്ന് ഭഗവത്ഗീത യഥാരൂപം എന്നുള്ള പുസ്തകമുണ്ട്. അതിന് ലോക്ക്ഡൌൺ ഒക്കെ മാറിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയോ എത്തിക്കാം. 2 നമുക്ക് സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. vedabase.com vedabase.com പോയി കഴിഞ്ഞാൽ ഭാഗവതം കിട്ടും, ഭഗവത്ഗീത കിട്ടും, നെക്ടർ ഓഫ് ഡിവോഷൻ, ഈശോപനിഷത്ത്, അങ്ങനെ കുറെ കിട്ടും. vedabase.com VDABASE vedabase.com. ഓക്കെ. vedabase.com പോയി കഴിഞ്ഞാൽ ഭഗവത്ഗീത വേണമെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത ക്ലിക്ക് ചെയ്യുക. അത് ഏത് ശ്ലോകം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ശ്ലോകം ക്ലിക്ക് ചെയ്യുക. ഇത് ഇംഗ്ലീഷ് സൈറ്റ്. മലയാളത്തിന്റെ സൈറ്റ് എഡിറ്റർ vedabase.com മലയാളം ആണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. editor.vedabase.മലയാളം അങ്ങനെ വരുമ്പോഴത്തേനും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേനും റിലേറ്റഡ് വരും. ഭഗവത്ഗീത മുഴുവൻ മലയാളം അതിനകത്ത് കിട്ടും. കിട്ടില്ലേ? ഓക്കെ. അപ്പൊ അതില് പ്രിന്റ് എടുത്ത് വെക്കണോ? പ്രിന്റ് എടുത്ത് വെക്കാം, അതല്ലെങ്കിൽ സേവ് ചെയ്യാം. പ്രിന്റ് എടുത്ത് വെക്കുന്നതിലും നല്ലത് ഒരു ഭഗവത്ഗീത കയ്യിലിരിക്കുന്നതാണ്. പിന്നെ പ്രിന്റ് എടുക്കുന്നത് നല്ലതാണ്. ഞങ്ങളൊക്കെ പ്രിന്റ് എടുക്കാറുണ്ടായിരുന്നു, എഴുതി വെക്കാറുണ്ടായിരുന്നു, എഴുതി വെച്ച് പോകാറുണ്ടായിരുന്നു. പോക്കറ്റിനകത്ത് ചെറിയ ഇതിനകത്ത് വെച്ചിട്ട് ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ
ലാപ്ടോപ്പിന്റെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇങ്ങനെ വെച്ചിരിക്കും, അല്ലെങ്കിൽ ജോലി ചെയ്ത സ്ഥലത്തിന്റെ മുന്നിൽ വെച്ചിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആദ്യം ഒരു ശ്ലോകം ഞാൻ നോക്കും, വായിക്കും. ഈ ശ്ലോകം വായിക്കുന്നതിന് ആർക്കും എതിർപ്പൊന്നുമില്ലല്ലോ, ആരും അറിയുന്നതുമില്ല. നമ്മൾ ശ്ലോകം എടുത്ത് വായിച്ചു ജോലി ചെയ്യുന്നു, ശ്ലോകം എടുത്ത് വായിച്ച് ജോലി ചെയ്യുന്നു, ശ്ലോകം എടുത്ത് വായിച്ച് ജോലി ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ പറ്റും ഭഗവാന്റെ അടുത്ത്. അപ്പൊ എല്ലാം നമ്മൾ ചെയ്യുന്ന ജോലിയും ഭഗവാന് സമർപ്പിതമായിട്ട് ചെയ്യാനും പറ്റും, അവിടെയും സക്സസ് ആണ്. ഓക്കെ, 2.52 ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, 2.52 ഭഗവത്ഗീത 2.52. അത്രയും വരെ ആയോ നമ്മള്? നമുക്ക് തുടങ്ങുന്നത് 2.52 എന്നാണ്. ഓക്കെ, അങ്ങനെയാണ് തുടങ്ങിയത് 2.52ലാണ്. 51 വരെ പറഞ്ഞിരുന്നു. 51 വരെ പറഞ്ഞു. 52 ആണ്. ഓക്കെ, യഥാ തേ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി തഥാ ഗന്ധാസ്യ നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ഇത് ബൈഹേർട്ട് ചെയ്യാനുള്ള ശ്ലോകമല്ല. ബൈഹേർട്ട് ചെയ്യാനുള്ള ശ്ലോകം നമുക്ക് അടുത്ത ആഴ്ച നോക്കിയെടുക്കാം, അല്ലെങ്കിൽ യത്കരോഷി നമുക്ക് ബൈഹേർട്ട് ചെയ്യാനുള്ള ശ്ലോകം കൂടെ നോക്കാം. ഓക്കെ, അത് ആദ്യം അങ്ങോട്ട് പോകാം. യത്കരോഷി അതായത് 9.27 9.27. അപ്പം അത് ബൈഹേർട്ട് ചെയ്യാനുള്ള ശ്ലോകമായിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ശ്ലോകത്തിലോട്ട് പോകാം. ആ 9.27. അതിനൊരു എളുപ്പമുണ്ട് ഡയറക്റ്റ് പോകാൻ. ബി ജി ഭഗവത്ഗീത എന്നുള്ളതാണ് ബി ജി സ്പേസ്, ബി ജി കഴിഞ്ഞ് സ്പേസ് കൊടുത്തിട്ട് 9.27 കൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേദാബേസിന്റെ ഡയറക്റ്റ് ലിങ്ക് വരും. എളുപ്പമാണ്. ഞാൻ അതിന്റെ ലിങ്ക് ഇടട്ടെ? ഓ ഇട്ടോളൂ. ബി ജി സ്പേസ് 9.27 എന്ന് നമ്മൾ ഡയറക്റ്റ് സെർച്ചിൽ അടിക്കുമ്പം പെട്ടെന്ന് ആ വേദാബേസിന്റെ സ്ട്രോങ് ഡയറക്റ്റ് ആയിട്ട് വരും. നമ്മൾ പിന്നെ അങ്ങോട്ട് അടിച്ചാൽ മാത്രം മതി. നോക്കിയാൽ ഋഷികേശ് കിട്ടിയില്ല? കാർത്തികയ്ക്ക് കിട്ടിയോ? യെസ് അപ്പൊ കിട്ടി 9.27. അതൊന്നും കൂടെ പറയാമോ? ഞാൻ പറയാം. ശ്ലോകം നമ്പർ 9.27. ബി ജി സ്പേസ് 9.27 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ബി ജി സ്പേസ് കൊടുത്തിട്ട് 9.27 എന്ന് വരുമ്പോഴത്തേന് വന്നില്ല. എല്ലാവർക്കും വന്നോ? ആണോ? റെഡിയല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇട്ടു തരാം. അതെ. ഓക്കെ, ലിങ്ക് ഇട്ടല്ലോ. ഓക്കെ, യത് കരോഷി യദസ്നാസി
യജ്ജുഹോഷി ദദാസി യത് യജ്ജുഹോഷി ദദാസി യത് യത് കരോഷി യദശ്നാസി യത് കരോഷി യദശ്നാസി യജ്ജുഹോ യത് കരോഷി യദശ്നാസി യത് കരോഷി യദശ്നാസി യത് കരോഷി യദശ്നാസി യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യജ്ജുഹോഷി ദദാസി യത് ദദാസി യത് യജ്ജുഹോഷി ദദാസി യത് യജ്ജുഹോഷി ദദാസി യത് യത് കരോഷി യദശ്നാസി യത് കരോഷി യദശ്നാസി യത് കരോഷി യത് കരോഷി യദശ്നാസി യത് കരോഷി യജ്ജുഹോഷി ദദാസി യത് യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസ്യ കൗന്ദേയ തത്പുരുഷമദർപ്പണം വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, കിട്ടിയോ? ഇത് കിട്ടിയോ? എനിക്ക് കാണാൻ പറ്റില്ലേ? കാണാൻ പറ്റുന്നു. കിട്ടിയില്ലേ? ഓക്കെ. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യജ്ജുഹോഷി ദദാസി യത് യത് കരോഷി യദശ്നാസി യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യജ്ജുഹോഷി യദാസി യത് യത് കരോഷി യദശ്നാസി യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യജ്ജുഹോഷി ദദാസി യത് ഈ രണ്ടു വരിയാക്കൊക്കെ പറയാം. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത്. യത് കരോഷി എന്ന് പറഞ്ഞാൽ നീ യാതൊന്ന് ചെയ്യുന്നുവോ, യത് യാതൊന്ന്, അശ്നാസി നീ ആഹരിക്കുന്നുവോ കഴിക്കുന്നുവോ, യത് യാതൊന്ന്, ജുഗേഷി നീ ഹോമിക്കുന്നുവോ, യത് യാതൊന്ന്, ദദാസി നീ ദാനം ചെയ്യുന്നുവോ. ഇതിന്റെ ഇംഗ്ലീഷ് മീൻ സിനോണിംസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, വായിക്കേ. അഭിനവല്ലേ അനബി കൈവക്കി. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യുന്നോണ്ട് എല്ലാരും ഒരേപോലെ കാണാൻ പറ്റത്തില്ല കേട്ടോ. പറയണേ, വോയിസ് പറയണേ. സിനോണിംസ് പറഞ്ഞോ. പറഞ്ഞോളൂ. ഞാൻ ചൊല്ലട്ടെ. പിന്നെ അനബി ഇങ്ങനെ കൈവക്കിയായിരുന്നു, അർത്ഥം പറയാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ചൊല്ലോളൂ, ചൊല്ലിക്കോ, പറഞ്ഞോളൂ. സിനോണിംസ്, വേർഡ് ബൈ വേർഡ് മീനിങ്. ഓക്കെ രാഹുൽ, ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അഭിനവ്. ഓക്കെ, ചൊല്ലിക്കോളൂ, ചൊല്ലിക്കോളൂ.
രാഹുൽ കേട്ടില്ലേ? ആ ആ യത് കരോഷി യദസ്നാസി. ഞാൻ പറഞ്ഞത് വേർഡ് ബൈ വേർഡ് മീനിങ്. യത് whatever, കരോഷി you do, യത് whatever, anasnasi you eat, യത് whatever, juhoshi you offer, dadasi you give away, യത് whatever, tabasyasi austerities you perform, Kaunteya, O son of Kunti, that Kurushva, do, mat, unto me, arpanam, as an offering. Okay. Yat karoshi yadasnasi yajjuhoshi yadasiyat. ഈ രണ്ടു വരി ആർക്കൊക്കെ ചൊല്ലാൻ പറ്റും? ഞാൻ ചൊല്ലിക്കോളൂ. യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത്. നെക്സ്റ്റ് ആരാണ്? ഞാൻ ചൊല്ലട്ടെ. ചൊല്ലിക്കോളൂ. യത്തപസ്യസി കൗന്ദേയ. ഫസ്റ്റ് 2 ലൈൻ. യക്കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത്. ഓക്കേ, വെരി ഗുഡ്. യത്കരോഷി യശസ്നാസി യജ്ജുഹോഷി ദദാസി യത്. സർ ചൊല്ലിക്കോളൂ. യത്കരോഷി യത്സനാസി യജ്ജുഹോഷി ദദാസി യത്. വെരി ഗുഡ്. അടുത്തത്. ഞമ്മ യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത്. അടുത്തത്. അടുത്ത ആരെങ്കിലും? പറയൂ. യത്കരോഷി യത്കരോഷി യദസ്നാസി യദസ്നാസി യജ്ജുഹോഷി ദദാസി വെരി ഗുഡ്. വെരി ഗുഡ്. കാർത്തിക? യജ്ജുഹോഷി ദദാസി യത്. ആരാ ചൊല്ലിയത്? എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ. അടുത്ത അഭിനവ്. അഭിനവ്. ഓക്കെ. യത്കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത്. യത്കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത്. വെരി ഗുഡ്. അനബി? യത്കരോഷി യജ്ജുഹോഷി ദദാസി യത്. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഗോവിന്ദ്? കരോസി യദസ്നാസി വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മള് കാർത്തിക ചൊല്ലിയായിരുന്നോ? ഇല്ല, ചൊല്ലി. ഓക്കെ, നമ്മൾ നേരെ വന്ന് അജൽ കൃഷ്ണൻ ചൊല്ലിയോ? ഇല്ല. ഓക്കെ, ചൊറഞ്ഞോളൂ. യത്കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത്. ഓക്കെ, ആദിത്യ? യത്കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത്. ഇത്രേ ഉള്ളു. വെരി ഗുഡ്. ഇനി ചെല്ലാനുള്ളത് അശിലി നേരെ വന്നു. നമ്മളെ പേര് അഭിജിത്ത് അല്ലേ? അഭിജിത്ത് എന്നല്ലേ പേര്? യെസ്, നമുക്ക് ട്രൈ ചെയ്യാം. അഭിജിത്ത് റെഡിയാണോ? ഓക്കെ. യത്കരോഷി
യദസ്നാസി യജ്ഞാസി യജ്ജുഹോഷി യജ്ഞോഷി ദദാസ്യത്. ഇത്രയേ ഉള്ളു കാര്യം, ഇത്രയേ ഉള്ളു. യത്കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസ്യത്. നീ എന്ത് പ്രവർത്തി ചെയ്യുന്നുവോ, നീ യാതൊന്ന് ചെയ്യുന്നുവോ, വാട്ട് എവർ യു ഡു, വാട്ട് എവർ യു ഈറ്റ്, വാട്ട് എവർ യു ഓഫർ. കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസ്യത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. ഇപ്പൊ എല്ലാരും ചൊല്ലി കഴിഞ്ഞില്ലേ? ഓക്കെ. യത്കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസ്യത് യത്തപസ്യസ്യ കൗന്ദേയ. അടുത്ത യത്തപസ്യസ്യ കൗന്ദേയ. യത്തപസ്യസ്യ കൗന്ദേയ. വീഡിയോ ഓൺ ചെയ്യാല, മൈക്ക് അൺമ്യൂട്ട് ആയിക്കോളൂ. യത്തപസ്യസ്യ കൗന്ദേയ. യത്തപസ്യസ്യ കൗന്ദേയ. യത്തപസ്യസ്യ കൗന്ദേയ. തത്പുരുഷം അതർപ്പണം. തത്പുരുഷം മദർപ്പണം. യത്തപസ്യസ്യ കൗന്ദേയ. തത്പുരുഷമദർപ്പണം. ഇത്രയുള്ളൂ. ആദ്യത്തെ രണ്ട് ലൈനിനെ കാട്ടി എളുപ്പമാണ്. യത്തപസ്യസ്യ തപസ്യ കൗന്ദേയ. കൗന്ദേയ എന്ന് ആരെയാണ് വിളിക്കുന്നത്? കൗന്ദേയെന്ന് അർജുനനെ. അർജുനന്റെ അമ്മയുടെ പേരാണ് കുന്തി. കുന്തി ദേവിയുടെ പുത്ര കൗന്ദേയ. തത്പുരുഷം അതർപ്പണം. ഓ സൺ ഓഫ് കുന്തി, അത് നീ എന്താ ചെയ്യുന്നെന്നുള്ളത് നീ എന്ത് ചെയ്തോ, പക്ഷെ അത് എനിക്ക് സമർപ്പിച്ചിട്ട് ചെയ്യണം. ആർക്ക് സമർപ്പിച്ചിട്ട്? കൃഷ്ണന്. അപ്പൊ നമ്മളൊരു ബർത്ത്ഡേ പാർട്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം സീറ്റ് ആർക്ക് കൊടുക്കും? ഫസ്റ്റ് സീറ്റ് ആർക്കാ ഓഫർ ചെയ്യേണ്ടത്? കൃഷ്ണന്, ഇല്ലേ? അപ്പം നമ്മള് എന്തെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ടിനായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്, ഇല്ലേ? ശരിയല്ലേ? അപ്പം അതുപോലെ അപ്പൊ നമ്മള് കൃഷ്ണനെ നമ്മൾ ഇന്റിമേറ്റ് ഫ്രണ്ട് ആക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ കൃഷ്ണന് കൊണ്ടുപോയി കൊടുക്കും. ഓ എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ കൃഷ്ണന് കൊടുത്തില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ നേരെ പോയി കൃഷ്ണന് കൊണ്ടുപോകും. മനസ്സിലായില്ലേ? അപ്പം യത്തപസ്യസ്യ കൗന്ദേയ തത്പുരുഷമദർപ്പണം. ഈ രണ്ട് ലൈൻ ഹോംവർക്കാണ്. യത്തപസ്യസ്യ കൗന്ദേയ തത്പുരുഷമദർപ്പണം. അപ്പൊ ഈ 4 വരിയും യത്കരോഷി യദസ്നാസി യജ്ജുഹോഷി യദാസ്യത് യത്തപസ്യസ്യ കൗന്ദേയ തത്പുരുഷമദർപ്പണം. ഇത് വോയിസില് എനിക്ക് അടുത്ത ആഴ്ചകളിൽ, അതായത് വരുന്ന ദിവസങ്ങളിലെല്ലാം എനിക്ക് ഗ്രൂപ്പിൽ ഇട്ടു തരണം. ഓരോരുത്തരും പഠിച്ചിട്ട് വോയിസ് ക്ലിപ്പ് ആക്കി ഇട്ടു തരണം. നമുക്ക് ഒരുമിച്ച് ചെല്ലാം ഈ ശ്ലോകം. ഓക്കെ, എല്ലാരും അൺമ്യൂട്ട് ആക്കൂ. ഞാൻ 1 2 3 പറയും. ഓക്കെ, സ്റ്റാർട്ട് പറയുമ്പോൾ തുടങ്ങണം. 1 2 3 4 സ്റ്റാർട്ട്. യത്കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസ്യത് യത്തപസ്യസ്യ കൗന്ദേയ
Whatever you do. ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൃഷിയേശു വായിച്ചു. വെരി ഗുഡ്. എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇതിന്റെ ട്രാൻസ്ലേഷൻ ആർക്ക് ചെല്ലാം? ട്രാൻസ്ലേഷൻ ആർക്ക് ചെല്ലാം? ഗോവിന്ദ്. And water. Sir, not English. എല്ലാവരും ചെല്ലാം. ഓക്കെ. Whatever you do, whatever you eat, whatever you for or give away, and whatever activities you perform, do that, O son of Kundi, as an offering to me. ഓക്കെ. ഓരോരുത്തരും പറഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ. കൃഷിയേശു പറഞ്ഞു. ഗോവിന്ദ് പറഞ്ഞോളൂ ഒന്നുകൂടെ. കേട്ടില്ലേ? ഓക്കെ. Translation. അല്ല, ട്രാൻസ്ലേഷൻ. Whatever you do, whatever you offer or give away, and whatever austerity you perform, do that something you are offering to me. ഓക്കെ. ഇനി അടുത്ത ആർക്കെല്ലാം വായിക്കാൻ പറ്റും? ഓക്കെ. അനബി. ഓക്കെ. അനബി കൈ പൊക്കി. അനബി ഒന്ന് അനബിക്ക് കൊടുക്കും. ഓക്കെ. അനബി. വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ. അഭിനവ് പറഞ്ഞോ. ഓക്കെ. ചെല്ലു. Whatever you do, whatever you eat, whatever you offer or give away, and whatever austerities you perform, do that, O son of as an offering to me. Very good. Rashi. Some translation. Whatever you do. എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, കുന്തിപുത്ര, അതെല്ലാം എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതത്തില് വിജയം ഉണ്ടാകും. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു കഴിഞ്ഞാലും, നമ്മൾ എന്ത് ഭക്ഷിച്ചെങ്കിലും ആദ്യം നമ്മൾ ഓർമ്മിക്കേണ്ടത് ഭഗവാനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ജനറൽ ആയിട്ട് ഒരു മന്ത്രം ചൊല്ലും. ഭഗവത്ഗീതയിലെ 4-ാമത്തെ ചാപ്റ്റർ, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഇത് ജനറൽ ആയിട്ട്, അതായത് മറ്റു മന്ത്രങ്ങളൊന്നും അറിയുന്നില്ല, ഗുരുവിനെ സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എങ്ങനെയാണെങ്കിലും ഭഗവാൻ അർപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മള് ഒരു തുള്ളി വെള്ളം നമ്മൾ കയ്യിലെടുത്തിട്ട് ആ ഭക്ഷണത്തിൽ ഭക്ഷണം പരിപൂർണമായി ശുദ്ധമായി ഭഗവാൻ ഓഫർ ചെയ്ത് കഴിയും. അതല്ല, നമ്മൾ ഒരു ഗുരുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അതിന് പ്രത്യേക മന്ത്രമുണ്ട്. അത് കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ ഓഫർ ചെയ്യുകയാണ്. ഓക്കെ. അപ്പം ഇതാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും നമ്മൾ ഭഗവാന് കൊടുക്കാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പോയിസൺ ആണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോയിസൺ ഉണ്ട്.
ശരിക്കും നല്ല രീതിയിൽ പോസിറ്റീവ് എനർജി വരത്തില്ല. ഇപ്പം നെഗറ്റീവിനെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നതെല്ലാം ഭഗവാൻ ഓഫർ ചെയ്യണം എന്ന് പറയുന്നത്. ഭഗവാൻ എടുത്തു കഴിഞ്ഞാൽ അത് നല്ലതായി കൃത്യമായി. അപ്പം കാര്യം നമ്മൾ കഴിക്കുന്ന ആഹാരം എവിടുന്നൊക്കെയാ എങ്ങനെയൊക്കെയാ വരുന്നൊന്നും അറിയത്തില്ല. ഇതിനെല്ലാം നമ്മൾ പ്യൂരിഫൈ ചെയ്യണം. പ്യൂരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പൊ നമ്മള് വീട്ടില് വെള്ളം എടുക്കുന്നതിന് ഫിൽറ്റർ വെക്കാറില്ലേ? എന്തിനാ ഫിൽറ്റർ വെക്കുന്നേ? ഡ്രിങ്കിങ് വാട്ടർ തന്നല്ലേ? ആ ചാനലിൽ കൂടെ ആ പൈപ്പിൽ കൂടെ വരുന്ന ഡ്രിങ്കിങ് വാട്ടർ ആണ്. പിന്നെന്തിനാ നമ്മൾ അഡീഷണൽ ഫിൽറ്റർ വെക്കുന്നത്? ആരും ഒന്നും പറയുന്നില്ല. ഡ്രിങ്കിങ് വാട്ടർ ആണ് പൈപ്പിലൂടെ വരുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ എന്തിനാ അഡീഷണൽ ഫിൽറ്റർ വെക്കുന്നത്? ഒരു പ്രാവശ്യം കൂടെ. അപ്പം അവിടെ എന്തോ നമുക്കൊരു ഡൗട്ട് ഉണ്ട് ഇല്ലേ? ആ വാട്ടർ അത്ര പ്യൂരിഫൈ ആണോ എന്നുള്ളത് നമുക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ട് ഇല്ലേ? അപ്പം ഒന്നുകൂടെ അത് പ്യൂരിഫൈ ചെയ്യണം. ഇതുപോലെ ഇതൊരു പ്യൂരിഫിക്കേഷൻ മന്ത്രമാണ്, ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും ഒന്നുകൂടെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാൻ ആദ്യം കൊടുത്തത്. മനസ്സിലായോ? അവിടെ എല്ലാം അത് പ്യൂരിഫൈ കരോഷി യദസ്നാസി യജ്ജുഘോഷി ദദാസിയത് യത്തപസ്യസ്യ കൗന്ദേയ തത്പുരുഷമദർപ്പണം. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര, അതെല്ലാം എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഇനി നേരെ നമ്മൾ വീണ്ടും രണ്ടാമത്തെ ചാപ്റ്ററിലെ 52 ശ്ലോകത്തില് ഒന്ന് വരും. നമ്മളൊരു ശ്ലോകം ചൊല്ലും. അത് കുട്ടികളെ ബൈഹർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് നമുക്ക് ബൈഹർട്ട് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, 52 അല്ലേ? 52 വലിയ ആൾക്കാര് വായിക്കാൻ തയ്യാറായിട്ടിരുന്നു. യഥാതേ മോഹകലിലം 2.52 യഥാതേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച യഥാ യാതൊരിക്കത്തെ നിന്റെ ബുദ്ധിപൂർവമായ ദിവ്യസേവനം മോഹകലിലം മായയാകുന്ന കാടിനെ വ്യതിതരിഷ്യതി ശരിയായി തരണം ചെയ്യുന്നുവോ തഥാ അപ്പോൾ ശ്രോതവ്യസ്യ കേൾക്കേണ്ടതിനെ കുറിച്ചും ശ്രുതസ്യ ച കേട്ടതിനെ കുറിച്ചും നിർവേദത്തെ വിരക്തിഭാവത്തെ ഗന്ധാസി നീ ഗമിക്കും, നീ പ്രാപിക്കും. അതായത് നിന്റെ ബുദ്ധി വ്യാമോഹത്തിന്റെ കൊടുങ്കാടിനെ പിന്നിട്ട് പോയാൽ കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും നീ ഉദാസീനനായി തീരും. എന്താ ഇതിന്റെ അർത്ഥം പറയുന്നത്? വലിയവർക്ക് പറയാം. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. നിന്റെ ബുദ്ധി വ്യാമോഹത്തിന്റെ കൊടുങ്കാടിനെ പിന്നിട്ട് പോയാൽ കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും നീ ഉദാസീനനായി തീരും. എന്താണ്? അതായത് ഇത്തിരി ഒരു പക്ഷെ ഒരു കൺഫ്യൂസ്ഡ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ഇടയ്ക്ക് എനിക്ക് കിട്ടിയില്ല. ഓക്കെ, ഇതില് രിജു മാതാജി എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ, പറഞ്ഞോളൂ.
അയ്യോ ഞാനേ നോക്കിയിട്ടില്ല പ്രഭു. 2 ചെറുതായിട്ട് കൂലകുഷിതമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് 1-2 സെന്റൻസ് മാത്രം പറഞ്ഞാൽ ഞാൻ നോക്കട്ടെ. നിന്റെ ബുദ്ധിവ്യാമോഹത്തിന്റെ കൊടുംകാടിനെ പിന്നിട്ട് പോയാൽ കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും നീ ഉദാസീനനായി തീരും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വന്നും പോയും കേട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇല്ലേ? ഇതിലൊക്കെ നമ്മൾ കേട്ടിട്ട് നമ്മുടെ മനസ്സ് ഇതിനകത്തൊക്കെ ഇങ്ങനെ കേറി ഇറങ്ങി നടന്നുകൊണ്ടേയിരിക്കും. ആക്ച്വലി ഇതൊക്കെ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതെല്ലാം വ്യാമോഹം കൊണ്ടാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാല് കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് ഫിലിം ഏതായിരുന്നു? ഫിലിമിന്റെ പേര് ഏതായിരുന്നു? ത്രില്ലോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ഫിലിം ഏതായിരുന്നു? കുട്ടികൾ പറഞ്ഞേ. ഒരു ഫിലിം ഉണ്ടായിരുന്നല്ലോ, ജുറാസിക് പാർക്ക്. അത് കൂടാതെ വേറൊന്നും ഉണ്ടായിരുന്നു. സ്പൈഡർമാൻ. മാർവൽ അവഞ്ചേഴ്സ്. സൂപ്പർമാൻ, സ്പൈഡർമാൻ, കുറെ പേരുണ്ടങ്ങനെ. പിന്നെ ഹോളർമാൻ. ഓക്കെ. പിന്നെ ഏത് ബുക്കായിരുന്നു ഇഷ്ടം? ബാറ്റ്സ്മാൻ. ബുക്ക് ഏതായിരുന്നു ഇഷ്ടം? ബുക്ക് ഏതൊരു നോവൽ ഉണ്ടായിരുന്നല്ലോ? ഹാരി പോട്ടർ. എന്തോ? ഹാരി പോട്ടർ. യെസ്, ഹാരി പോട്ടർ. പിന്നെ ഒരു ക്രേസി ആയിട്ട് അത് എപ്പോഴും വായിച്ചു. ആദ്യം വായിച്ചു, പിന്നെ എപ്പോഴും ഒരു ക്രേസി ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കും, അല്ലെ? ക്രേസി ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ അതിന്റെ മറ്റൊരു റിസൾട്ട് എന്താണ് വരുന്നത്? അതിന്റെ ഒരു മറുവശമുണ്ട്. എന്താണ്? ആക്ച്വലി നമ്മൾ വായിക്കേണ്ടത് എന്താണോ, കേൾക്കേണ്ടത് എന്താണോ, അത് നമ്മൾ ചെയ്യാൻ മറന്നു പോകുന്നു. എന്താണത്? കുട്ടികളോടാണ് ചോദിച്ചത്. എന്താണത്? ആക്ച്വലി നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി എന്താണ്? പഠിക്കുക എന്നുള്ളത്. ആ ടെസ്റ്റിനെ നമ്മൾ മറന്നു പോകും, അല്ലേ? ആ ടെസ്റ്റിൽ വായിക്കാനുള്ള സമയം നമ്മൾ കൂടുതൽ കിട്ടുന്നില്ല. ശരിയല്ലേ പറഞ്ഞത്? അതെ. അപ്പം ഇതിനെ ബുദ്ധി വ്യാമോഹം എന്ന് പറയും. ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ബുദ്ധി വ്യാമോഹം. അതായത് നമ്മുടെ ഇന്റലിജന്റ് പ്രവർത്തിക്കുന്നില്ല. ആക്ച്വലി അവൾ നമുക്ക് മനസ്സിലാക്കാൻ, ജസ്റ്റ് ടൈം പാസ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനോ നമുക്ക് വായിക്കാം. പക്ഷേ നമ്മളത് ഒരു മെയിൻ അജണ്ടയായിട്ട് വരുമ്പോൾ നമ്മളെ നെഗറ്റീവ് എനർജി കാണിച്ചു കഴിഞ്ഞു. നമ്മളെ പോസിറ്റീവ് എനർജി എന്താണ് നമ്മൾ വായിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. അപ്പം ആദ്യമായിട്ട് റിയൽ നോളജ് മനസ്സിലാക്കുക. എന്താണ് റിയൽ നോളജ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഈ ശാസ്ത്രം ഫസ്റ്റ് നമ്മൾ സ്പിരിച്വൽ സയൻസ് മനസ്സിലാക്കണം. സ്പിരിച്വൽ സയൻസ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എന്താണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് ഭഗവാനോട് പറഞ്ഞത്, നിന്റെ ബുദ്ധി വ്യാമോഹത്തിന്റെ കൊടും കാടിനെ പിന്നിട്ട് പോയാൽ കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും നീ ഉദാസീനനായി തീരും. അതായത് നിരന്തരമായ, എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഭഗവാനെ ഓർമ്മിച്ചു കൊണ്ടിരുന്നാൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് നമ്മൾ നിരന്തരം ജപിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത കാര്യങ്ങൾ പോകും. നമ്മൾ നോവലും സ്റ്റോറിയൊക്കെ വായിക്കും, പക്ഷെ നമുക്കതല്ല. എക്സാമിന്റെ ആവശ്യം നമ്മൾ സ്കൂളിലെ സിലബസ് ആണ്. ഈ സാധനത്തെ നമ്മൾ എപ്പോഴും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആ ടൈമില് നമുക്ക് എടുക്കാൻ പറ്റും. ബാക്കി നമുക്ക് ഇല്ലാത്തതെല്ലാം മനസ്സിൽ നമ്മൾ അറിയാതെ തന്നെ എടുത്തു പോകും. ഇതാണ് വ്യത്യാസം.
ഇപ്പൊ മനസ്സിലായോ റിജു മാതാജി? എന്തെങ്കിലും ഉണ്ടോ പറയാൻ? പ്രഭു യഥാതി മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതർത്തെ സദസ്യ. നമുക്ക് സ്പിരിച്വൽ നോളജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമ്മള് കേട്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളതല്ല നമുക്ക് കുറെ കാര്യങ്ങൾ മറന്നു കളയണം. ആ മറന്നത് നമ്മളെ മറന്നു പോകും. മറന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഓർമ്മിക്കേണ്ടത് എന്താണോ അത് കൃത്യമായി നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. ഇതാണ് വ്യത്യാസം. 24 അവേഴ്സില് നമുക്ക് ഇഷ്ടമല്ലാത്തത് കേൾക്കേണ്ടി വരും, നമുക്ക് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കേണ്ടി വരും, ഒക്കെ കേൾക്കേണ്ടി വരും. 3 കുരങ്ങന്മാരുടെ പടം കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും? ഒരു കുരങ്ങൻ ഇങ്ങനെ ഇരിക്കും, ഒരു കുരങ്ങൻ ഇങ്ങനെ ഇരിക്കും, പിന്നെ ഒരു കുരങ്ങൻ എങ്ങനെ ഇരിക്കും? ഒരു കുരങ്ങൻ ഇങ്ങനെ ഇരിക്കും. എന്താണ് ഈ പടം കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെങ്കിലും ഏതെങ്കിലും പടം ഏതെങ്കിലും ഇടത്ത് ഈ പടം കണ്ടിട്ടുണ്ടോ? 3 monkeys. ഒരു മങ്കി ഇങ്ങനെ വായില് ഇങ്ങനെ ഇരിക്കും, ഒരു മങ്കി കണ്ണില് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, കണ്ണ് പൊത്തിക്കൊണ്ടിരിക്കും. ഒരു മങ്കി ചെവിയില് 2 ചെവിയിലും അടച്ചു പിടിച്ചുകൊണ്ടിരിക്കും. അമോഗീസോ? അല്ല, നോക്കുമ്പോ ഇത് സ്റ്റിക്കേഴ്സ് ആണല്ലേ? ഇമോജി. എന്താണ് അതിന്റെ അർത്ഥം? ഇമോജീസ് എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? കാണരുത്, മിണ്ടരുത്, കേൾക്കരുത്. എന്താ പറഞ്ഞത്? കാണരുത്, കേൾക്കരുത്. അൺവാണ്ടഡ് തിങ്സ്. ഒരു ചെറിയൊരു അഡീഷൻ. അൺവാണ്ടഡ് തിങ്സ് മിണ്ടരുത്. അൺവാണ്ടഡ് തിങ്സ് കാണരുത്. അൺവാണ്ടഡ് തിങ്സ് കേൾക്കരുത്. മനസ്സിലായില്ലേ? കാണരുത്, മിണ്ടരുത്, കേൾക്കരുത്. അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മള് ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വരുമ്പം നമ്മൾ ഈ കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് പറയും, ഇതൊന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ അതെല്ലാം നമ്മളൊരു ലേസി ആയിട്ട് ഓക്കെ ഇതിലേക്ക് എടുത്ത് ഇതിലേക്കൂടെ കളയും, ഇതിലേക്ക് എടുത്ത് ഇതിലേക്കൂടെ കളയും. ഇപ്പൊ നമ്മൾ എന്താ ഇതിലേക്കൂടെ എടുത്ത് ഇതിലേക്കൂടെ കളയുന്നത്? പഠിക്കടാ, പഠിക്കൂ എന്ന് പറയുമ്പോൾ ഈ ചെവിക്കൂടെ എടുത്തിട്ട് മറ്റേ ചെവിക്കൂടെ കളയും, അല്ലേ? ഇപ്പൊ നമ്മൾ കളയുന്നത് വാണ്ടഡ് തിങ്സ് ആണ്, അല്ലേ? ഇപ്പൊ നമ്മൾ കളയുന്നത് വാണ്ടഡ് തിങ്സും ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് അൺവാണ്ടഡ് തിങ്സും. ഏതാണ്? ഹാരി പോട്ടർ പടങ്ങളെ, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിരന്തരമായി ഹരേ കൃഷ്ണ ചൊല്ലിക്ക ഒരുമിച്ച്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇതൊരു വൈബ്രേഷണൽ ടച്ചിങ് മന്ത്രമാണ്. നമ്മുടെ ബ്രെയിനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു മന്ത്രമാണ് ഇത്. ദിവസവും ഞാൻ പറഞ്ഞ മാതിരി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തിട്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്ത് ചൊല്ലിക്കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് ഒരു വൈബ്രേഷണൽ, ഒരു പോസിറ്റീവ് എനർജി, ഒരു പവർ വരും. ഈ പവറിലൂടെ നമ്മൾ വായിച്ച് നമ്മൾ സ്റ്റഡി ബുക്സ്, നമ്മുടെ സ്കൂളിലെ സിലബസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ 100% സക്സസ് എന്നുള്ളതല്ല, നമ്മൾ സൂപ്പർ ഇന്റലിജന്റ് മാനാണ്. ഇപ്പം ഒരുപാടെടുത്ത് നമ്മൾ കാണുന്നത് 100% മാർക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ഒരിടത്തിലും ഒരു ഇന്ററാക്ട് ചെയ്യാനോ നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനോ ഒന്നും, ഒരു എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആവാൻ നമുക്ക് പറ്റുന്നില്ല. കാര്യം നമ്മള് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ നമ്മള് ഒരു പ്രോപ്പർ വേയിൽ നമ്മൾ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പബ്ലിക്കിൽ നമ്മൾ എന്തെങ്കിലും കിട്ടി ഇന്ററാക്ട് ചെയ്യാനോ അത് ഇൻവോൾവ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ ഒന്നും നമുക്ക് പറ്റാതെ. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ നേരാമണ്ണം നമ്മൾ അതുപോലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ
ആദ്യമായിട്ട് നമ്മൾ ഭഗവാനെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ഇരുത്തണം. മനസ്സിലായോ? കൃഷ്ണനെ കൊണ്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ഇരുത്തണം. അവിടെയാണ് അർജുനൻ വിജയിച്ചത്. അർജുനൻ കൃഷ്ണനെ കൂടെ കൊണ്ടു നടന്നു. എവിടെ പോയി? വനത്തിൽ പോയപ്പോഴും കൃഷ്ണ നീ എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു ഞാൻ എങ്ങനെ വരും? 16,108 ഭാര്യമാർ എന്നെ കാത്തിരിക്കുക, ഞാൻ എങ്ങനെ വരും? അപ്പൊ അർജുനൻ പറഞ്ഞു എനിക്കതൊന്നും അറിയത്തില്ല, എന്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. 16,108 വൈഫ് ആർക്കുണ്ട്? പക്ഷെ അതൊരു ഒരു ഇതല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരാളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് മാത്രല്ലേ, അത് കറക്റ്റ് അല്ലല്ലോ. അല്ല, അതൊരു ഏതാണ് നരകാസുരനോ ഏതോ ഒരു അസുരനായിട്ടുള്ള അവരെ സംരക്ഷിക്കുന്നല്ലേ, ശരിക്കും അത് റോങ് ആയിട്ട് ആൾക്കാര് ഇത് ചെയ്യുന്നല്ലേ. ഈ നരകാസുരൻ നിന്ന് ഈ സ്ത്രീകളെ സംരക്ഷിക്കുമ്പോൾ പണ്ടൊരു കാര്യമുണ്ടായിരുന്നു. സ്ത്രീകൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് കയറി വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്ത്രീകളെ പിന്നീട് ആ വീട്ടിലോട്ട് കയറ്റുകയില്ല. ഞാനൊന്ന് പറയട്ടെ, കുഴപ്പമുണ്ടോ? എന്തോ അല്ല, ഞാൻ അറിഞ്ഞതൊന്ന് പറയട്ടെ. ആക്ച്വലി ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഈ നരകാസുരനായിട്ടുള്ള യുദ്ധത്തിൽ നരകാസുരനെ തോൽപ്പിക്കുന്നു. അപ്പൊ നരകാസുരൻ എന്ന് പറഞ്ഞ അസുരൻ സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരാളായിരുന്നു. അപ്പൊ അയാളെ അടുത്ത് ഒരുപാട് സ്ത്രീകൾ അങ്ങനെ ഉണ്ടായി. അയാള് കൊല്ലപ്പെട്ടപ്പം ആ സ്ത്രീകളൊക്കെ അനാഥരായ സമയത്ത് ആ സ്ത്രീകൾ അവരുടെ കുടുംബം ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് തയ്യാറായില്ല. അല്ലെങ്കിൽ അവര് വീണ്ടും അവര് പറഞ്ഞു ഇനി ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെയുള്ള ഒരു ഇമേജ് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ ഞങ്ങൾ തയ്യാറില്ല, അതുകൊണ്ട് സംരക്ഷണം നൽകണം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ജസ്റ്റ് ഒരു പദവി കൊടുക്കുന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് അതൊരു ഇതല്ലല്ലോ. അപ്പൊ അവരെ സംരക്ഷിക്കുന്നല്ലേ ഉള്ളൂ. അത്രയും കാര്യം വരെ, അതെ, അത്രയും കാര്യം വരെ ശരിയാണ്. ഈ 1,800 കൂടാണ് 16,000 സ്ത്രീകളെയും കൃഷ്ണൻ ഭാര്യമാരായി സ്വീകരിക്കുകയും 16,108 കൊട്ടാരങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. വീണ്ടും ഭാഗവതത്തിലൂടെ പോയി കഴിഞ്ഞാല് നാരദ മഹർഷി ഒരു ദിവസം വരും. നാരദ മഹർഷിക്ക് സംശയമാവും ഇതെങ്ങനെ 16,108 ഭാര്യമാരെ ഭഗവാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, എങ്ങനെ ബാലൻസ് ചെയ്യുന്നു. നമുക്കാണെങ്കിൽ ഒരാളെ കൊണ്ടുനടക്കാൻ പ്രയാസം അല്ലേ പുഷ്പൻജി? ആണോ? ഇപ്പൊ പറയണം? ഇല്ലല്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ അതുകൊണ്ടാ ഇപ്പൊ പറയണമെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വന്നപ്പോള് നാരദ മഹർഷി നോക്കും. നാരദ മഹർഷി ഇങ്ങനെ വന്നിട്ട് ഓരോ വീടിലും കയറി നോക്കും. ഓരോ വീട്ടിലും ഒരിടത്ത് കൃഷ്ണനും അവിടുത്തെ സ്ത്രീയുമായിട്ട് ഊഞ്ഞാലാടുകയാണെങ്കിൽ മറ്റൊരിടത്ത് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും, മറ്റൊരിടത്ത് ശയിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, മറ്റൊരിടത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അങ്ങനെ 16,108 വീട്ടിലും ഭഗവാൻ വിവിധ ലീലകളിൽ ആ സ്ത്രീകളുമായിട്ട് ഇടപെട്ടിക്കൊണ്ടേയിരുന്നു. അതിനകത്ത് വേറൊരു ചരിത്രമുണ്ട് പുഷ്പൻജി. ത്രേതായുഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ചരിത്രം. ത്രേതായുഗത്തില് ശ്രീരാമചന്ദ്രൻ മര്യാദ പുരുഷോത്തമനായിരുന്നു, ഇല്ലേ? അതെ അതെ, ഏകപത്നി വ്രതനായിരുന്നു. ഇതെല്ലാം ഒരു എന്താ പറയുന്നത് എവല്യൂഷൻ തിയറിയാണ്. ഇതിനെയാണ് യഥാർത്ഥ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. പക്ഷേ ശ്രീരാമചന്ദ്രനെ അവിടുത്തെ കുറെ സ്ത്രീകൾ ആഗ്രഹിച്ചിരുന്നു. അവിടെല്ലാം ശ്രീരാമചന്ദ്രൻ ഇവരെ എല്ലാം റെഫ്യൂസ് ചെയ്തു. കാര്യം ഞാൻ മര്യാദ പുരുഷോത്തമനായിട്ടുള്ള ഭാവമാണ്, ഞാൻ ഏകപത്നി വ്രതനാണ്, ഒരു രാജാവിന്റെ ധർമ്മം എന്താണെന്ന് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ശ്രീരാമചന്ദ്രൻ പറയും. ഒരു ഭരണാധികാരിയുടെ ധർമ്മം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ. ഇപ്പോഴൊന്നും അല്ല, പോട്ടെ, ആ കാര്യങ്ങളെല്ലാം നമ്മൾ അതുകൊണ്ടാണ്. അപ്പം പക്ഷേ ശ്രീരാമചന്ദ്രൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ദ്വാപര യുഗത്തിൽ ഞാൻ നിങ്ങളെ ഭാര്യമാരാക്കിയിരിക്കും, നിങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങളും ഞാൻ ദ്വാപര യുഗത്തിൽ സാധിച്ചു തരുന്നതാണ് എന്ന് കൃഷ്ണൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ദ്വാപര യുഗത്തിൽ ഈ 16,000 സ്ത്രീകളെയും കൃഷ്ണൻ വിവാഹം ചെയ്യുന്നത്. വളരെ മനോഹരമായ മറ്റൊരു കഥയുണ്ട്. മഹാദേവരും പാർവതി ദേവിയും തമ്മിലാണ്.
ഇതൊക്കെയാണ് ഇവിടെ എല്ലാം കറക്റ്റ് ഉള്ള ഇവല്യൂഷൻ തിയറി വരുന്നത്. പാർവതി ദേവിയുടെ വിവാഹം കഴിഞ്ഞ ചുരുക്കി പറയുകയാണ്. പാർവതി ദേവിയുടെ വിവാഹം കഴിഞ്ഞു. പാർവതി ദേവിയുടെ വിവാഹം കഴിഞ്ഞിട്ട് പാർവതി ദേവിയുടെ വിവാഹം കഴിഞ്ഞിട്ട് പാർവതി ദേവി മഹാദേവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ മഹാദേവ അടുത്ത് പറയും, ഒക്കെ ശരിയാണ്, എല്ലാം എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിനൊരു സുഖം തരുന്നില്ല എന്ന് പറയുമ്പോൾ മഹാദേവര് ചോദിക്കും, അതെന്താണെന്ന് ചോദിക്കും. അപ്പോഴ് പാർവതി ദേവി പറയും, ഈ കഴുത്തെ കിടക്കുന്ന മാലയൊന്ന് ഊരിക്കളയാമോ എന്ന് ചോദിക്കും. ഏത് മാലയാണത്? അല്ല, അതിനെയും പാർവതി ദേവി കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഏത് മാലയാ? അതും സഹിക്കാന്ന് പറഞ്ഞു. പാമ്പ് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പിന്നെ വേറെ ഏത് മാലയാ? തലയോട്ടികളുടെ. അത് മാത്രം. അതെനിക്ക് കാണുമ്പം പ്രഭു ശിവോ മഹാദേവ, എനിക്കത് മാത്രം എനിക്ക് പേടിയാവുന്നു, എനിക്ക് എന്തോരം തോന്നുന്നു, അതെങ്കിലും ഒന്ന് ഊരിക്കളയാമോ എന്ന് ചോദിക്കും. അപ്പൊ മഹാദേവരുടെ കഴുത്തിന് തലയോട്ടി കൊണ്ട് ഫുൾ മാലയിട്ടിരിക്കുകയാണ്. അപ്പൊ മഹാദേവര് ചിരിച്ചിട്ട് പറയും, ദേവി ഈ തലയോട്ടി ഏതെന്ന് അറിയാമോ എന്ന് ചോദിക്കും. അപ്പൊ പാർവതി ദേവി എനിക്കെങ്ങനെ അറിയാവുന്നത്, ഞാൻ ഇന്നല്ലേ അങ്ങയുടെ കൂടെ വന്നിരിക്കുന്നതെന്ന് പറയും. അപ്പം പാർവതി ദേവി എടുത്ത മഹാദേവര് പറയും, ഈ തലയോട്ടി വേറെ ആരുടേതുമല്ല, പാർവതി ദേവിയുടെ തലയോട്ടി തന്നെയാണ് എന്ന് പറയും. അതെങ്ങനെ എന്റെ തലയോട്ടി അങ്ങയുടെ കഴുത്തിൽ വന്നു? അപ്പം മഹാദേവര് പറയും, ഓരോ ജന്മവും അവിടുത്തെ പാർവതി ദേവിയുടെ മുൻ ജന്മങ്ങളിൽ ഓരോ ജന്മത്തിലും എന്നെ ഭർത്താവായി കിട്ടണം എന്ന് ആഗ്രഹിച്ച് ധ്യാനിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിക്കാതെ ആ ജന്മം കഴിയുമ്പോൾ ആ തലയോട്ടി ഓരോന്നും ഞാൻ എടുത്തുകൊണ്ടുവന്ന് മാല കോർക്കുമായിരുന്നു എന്ന് പറയും. അങ്ങനെ പാർവതി ദേവിയുടെ മുൻ ജന്മങ്ങളിലെ തലയോട്ടിയാണ് മഹാദേവരുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല. അപ്പൊ നമ്മള് എന്ത് ആഗ്രഹിച്ചാലും എങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഭഗവാനെ ഏത് രീതിയിൽ വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ഭഗവാൻ നമ്മളുടെ അടുത്തെത്തും. അത് വളരെ കൃത്യമാണ്. പൂതനയുടെ പൂർവജന്മം ആരായിരുന്നു? മഹാബലിയുടെ പുത്രിയായിരുന്നു, ഭാര്യയായിരുന്നു? എനിക്ക് ചെറിയൊരു സംശയം. ഋജുമാതാജി ഓർമ്മയുണ്ടോ? ഇല്ല പ്രഭു. മഹാബലിയുടെ ഭാര്യ വിന്ധ്യാവലിയാണ്. എനിക്ക് തോന്നുന്ന വിന്ധ്യാവലി തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായിരുന്നു ക്ലിയർ ചെയ്യൂ. ആ സമയത്താണ് മഹാബലിയുടെ കൂടെയായിരുന്നു ഉള്ളത്. അപ്പം സഹോദരിയാണോ ഭാര്യയാണോ? ഭാര്യ തന്നെ ആയിരിക്കും വിന്ധ്യാവലി. വിന്ധ്യാവലി ഭഗവാനെ ഒരു മകനായി കിട്ടി മുലയൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കോമളനായ വാമനാവതാരത്തില് അത്രയും തേജസ്സായിരുന്നു ഭഗവാൻ. വളരെ ഭയങ്കര ഐശ്വര്യമായിരുന്നു. സൂര്യൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് പോലായിരുന്നു. അപ്പം ഇങ്ങനൊരു കുഞ്ഞിനെ എനിക്ക് മുലയൂട്ടണം എന്ന് ആഗ്രഹിച്ചു. ആ ആഗ്രഹമാണ് പൂതനയുടെ ഭാവത്തിൽ ഭഗവാൻ സാധിച്ചു കൊടുക്കുന്നത്. എല്ലാത്തിനും ഓരോ കാരണമുണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മസംഹിതയില് ബ്രഹ്മാവ് പറയുന്നത്, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാ കാരണങ്ങൾക്കും കാരണഭൂതനായ ഭഗവാനെ
ആ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു, നമിക്കുന്നു. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ഇപ്പം ഓരോ ജന്മങ്ങൾക്കും അതിൻ്റെതായ അർത്ഥമുണ്ട്. നമ്മൾ ഏത് മീരാഭായിയെ നമുക്കറിയാം, സുധീർദാസിനെ നമുക്കറിയാം, കബീർദാസിനെ നമുക്കറിയാം, പൂന്താനം നമ്പൂതിരിയെ നമുക്കറിയാം, വില്ലമംഗലത്തെ നമുക്കറിയാം, മാനവേന്ദ്രൻ രാജാവിനെ നമുക്കറിയാം. ഇവരെല്ലാം, വില്ലമംഗലത്തിനെ നമുക്കറിയാം, കുറൂരമ്മയെ നമുക്കറിയാം. ഇവരെല്ലാം ഭഗവാനുമായിട്ട് ഓരോരോ ഭാവങ്ങളിൽ ഭഗവാനുമായിട്ട് ഇടപഴകിക്കൊണ്ടേയിരുന്നിട്ടുള്ളവരാണ്. ഇവരെല്ലാം ഭഗവാനെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് സംശയം വേണ്ട. ഭഗവാനെ ഭാര്യയായി ഭർത്താവായി ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അതും ഭഗവാൻ സാധിച്ചു തരും. സുഹൃത്തായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും. അപ്പം പറഞ്ഞു വന്നത്, അപ്പം കൃഷ്ണനെ നമ്മൾ ഏതൊരു കാര്യത്തിനും കൂടെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിജയം കിട്ടും. അപ്പം ഈ 16,108 ഭാര്യമാരെയും വിട്ടിട്ട് അർജുന ഞാൻ എങ്ങനെ വരും എന്ന് ചോദിച്ചപ്പോ അർജുനൻ വേറൊന്നും പറഞ്ഞില്ല. എനിക്ക് ഇപ്പൊ തന്നെ ഐസ്ക്രീം വേണമെന്ന് കുട്ടികൾ ശഠിക്കുന്നത് പോലെ അർജുനൻ പറഞ്ഞു എനിക്കതൊന്നും അറിയത്തില്ല, എന്റെ കൂടെ അങ്ങ് വരണം. കൃഷ്ണ തള്ളിക്കളയാൻ പറ്റുന്നില്ല. നോക്കൂ, ഭാര്യമാരുടെ സ്നേഹത്തെക്കാൾ ഉപരി ഭഗവാൻ വാക്ക് കൊടുക്കുന്നത് തന്റെ ഭക്തന്മാരുടെ സ്നേഹത്തിനാണ്. എപ്പോഴും ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഭക്തന്മാരെയാണ്. അങ്ങനെ അർജുനൻ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തനായതുകൊണ്ട് ഈ 16,108 ഭാര്യമാരെയും 14 വർഷം കളഞ്ഞു. എന്നിട്ട് എങ്ങോട്ട് വന്നു? അർജുനന്റെ കൂടെ കാട്ടിൽ വന്നിരുന്നു. അർജുനനെ ഭഗവാന്റെ മടിയിൽ കിടത്തി ഉറക്കി. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 14 വർഷവും കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് കൗരവ ദേശത്തേക്ക് പോയപ്പോൾ യുദ്ധം ചെയ്യാനും കുതിരവണ്ടിക്കാരനായിട്ട് കുതിരവണ്ടി ഓടിച്ചു കൊടുക്കാനും കൃഷ്ണനുണ്ടായി. എത്ര സ്നേഹമാ കൃഷ്ണന്! ആ കുതിരവണ്ടി ഓടിക്കുമ്പോൾ സാധാരണ കാളവണ്ടിയൊക്കെ ഓടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഡയറക്ഷൻ എങ്ങനെയാണ്? കാളവണ്ടിക്കാരൻ അവിടെ ഇരുന്നിട്ട് ഒരു കയ്യിൽ ചാട്ടവാറ് കാണും, ഒരു കയ്യിൽ കാളയുടെ കയറ് കാണും. പിന്നെ ഡയറക്ഷൻ എങ്ങനെ? ഇടത്തോട്ട് തിരിയുമ്പോൾ വലത്തെ കാളയുടെ പുറകിൽ ഒരു തള്ളു തള്ളും, ഒരു ചവിട്ട് കൊടുക്കും. ആ ചവിട്ട് കൊള്ളുമ്പം കാളയ്ക്ക് മനസ്സിലാവും ഇടത്തോട്ട് തിരിയാനുള്ളതാണ്, വലത്തോട്ട് തിരിയാനുള്ളതാണ്. ഇടത്തോട്ട് വലത്തോട്ട് തിരിയാനുള്ളതാണെങ്കിൽ ഇടത്തിരിക്കുന്ന കാളയുടെ പുറകിൽ ഒരു തള്ളു കൊടുക്കും. അപ്പൊ ആ കാളയാണ് പിന്നെ മറ്റേ കാളയെ ഡയറക്റ്റ് ചെയ്ത് വലത്തോട്ട് തിരിഞ്ഞു പോകും, ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്നത്. ഇങ്ങനെ ഇതേപോലെ അർജുനൻ ഈ 18 ദിവസവും കൃഷ്ണനെ ഡയറക്റ്റ് ചെയ്ത് മുട്ടുകൊണ്ട് ഇടിച്ചിട്ടാണ്. ഈ ഇടിയെല്ലാം ഭഗവാൻ ക്ഷമയോടെ കാത്തിരുന്നു കൊണ്ട്. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ പ്രിയപ്പെട്ടതായതുകൊണ്ട്, അർജുനൻ ഭഗവാന് പ്രിയമുള്ളതായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് അവസാനം അർജുനന് കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയവും ഉണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത് ഏത് കാര്യത്തിലും ഭഗവാനെ മുറുക്ക പിടിച്ചോണം. അതുകൊണ്ടാണ് ഈ ശ്ലോകം പറഞ്ഞത് യത് കരോഷ്യതസ്നാസി യജ്ജുഘോഷ്യദാസ്യത് യത്തപസ്യസ്യ കൗന്ദയ തത്പുരുഷമതർപ്പണം. ഇവിടെയാണ് രണ്ടാമത്തെ അധ്യായവും പറഞ്ഞത്. കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും വ്യാമോഹത്തിന്റെ നമ്മൾ ഇപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഭഗവാനെ കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോൾ, ഭഗവാന്റെ വചനങ്ങൾ പറയുമ്പോൾ, ഭഗവാന്റെ ലീലകൾ കേൾക്കുമ്പോൾ, ഭഗവത്ഗീത പഠിക്കുമ്പോൾ, നമ്മൾ ഇതേപോലെ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റെല്ലാം മറന്ന് ഭഗവാന്റെ കോൺസെൻട്രേഷൻ കിട്ടി ഭഗവാനുമായിട്ട് നമുക്ക് അടുക്കാനുള്ള സമയമാവും. അടുത്ത് വരുമ്പോൾ നമുക്ക് എന്താണോ റിയൽ ആയിട്ട് പഠിക്കാനുള്ളത് സ്കൂളിൽ, അതിൽ നമ്മൾ സൂപ്പർ ഇന്റലിജന്റ് ആവും. നമ്മൾ എന്താണോ കൃത്യമായിട്ട് നമ്മുടെ ജോലിക്ക് ചെയ്യാനുള്ളത്, നമുക്ക് അതിനകത്ത് നമ്മൾ സൂപ്പർമാൻ ആകും. എന്താണ് ഒരു ഐഡിയൽ ഫാമിലി ലൈഫിൽ ഒരു ഭർത്താവ് ഭാര്യയോട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പെരുമാറണം, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, അതും കൃത്യമായിട്ട് വരും. ഹരേ കൃഷ്ണ.
ഇതിനിടയ്ക്ക് ശ്രീലക്ഷ്മി കഥ എന്തോ പറയാമെന്ന് പറഞ്ഞോളൂ. അഭിജിത്താണോ ആരാണോ എൻ്റെ അടുത്തൊരു കഥ പറയാമെന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരാണ് കഥ പറയാമെന്ന് പറഞ്ഞല്ലോ? ഒരു മിനിറ്റ് നോക്കട്ടെ. ഒരു രാമായണ സ്റ്റോറിന്റെ once upon a time there was a kingdom called Ayodhya. Ayodhya's father King Dasharatha. Dasharatha has 3 wives and 4 sons. King Rama in the story. Eldest son King Rama. Life of the story of Rama called Ramayana. Rama's wife Sita Devi, Rama's wife Lakshmana, Rama's brother Lakshmana went to the forest. From the forest, Ravana kidnapped the Sita Devi. From the forest to the kingdom Lanka. With the help of friends Hanuman. Rama fight with the Ravana and burn the Lanka and saved with the Sita Devi. This is the Ramayana story. Moral of the story is you should obey your parents. Okay, good. Thank you. Okay. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ക്ഷീണിച്ചു പോയി. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? അങ്കിള് പറഞ്ഞതല്ലേ ഞാനൊരു മെസ്സേജ് അയച്ചപ്പോ ഷുവർന്ന്. ഓക്കെ, പറഞ്ഞോളൂ. നമസ്തേ. ഇന്ന് ഞാൻ പറയുന്നത് ബകാസുരന്റെ കഥയാണ്. 5 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. ഇവരുടെ പേരായിരുന്നു പാണ്ഡവാസ്. ഇവരൊക്കെ വേഷം മാറി പോകുമ്പോ ഇവരൊക്കെ ഇങ്ങനെ വേഷം മാറി പോയിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം അപ്പൊ അവരെ സങ്കല്പിച്ചിട്ട് ഭക്ഷണം തന്നു. അപ്പൊ അവരുടെ അമ്മയായിരുന്നു കുന്തിദേവി. കുന്തിദേവിയായിരുന്നു ഭക്ഷണം തന്നെ. അപ്പൊ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ അവിടുത്തെ അമ്മ ഇരുന്ന് കരയുന്നു. അപ്പൊ കുന്തിദേവി ചെന്നിട്ട് ചോദിച്ചു എന്തിനാ കരയുന്നെന്ന്. അപ്പൊ പറഞ്ഞു അവിടെ ഒരു ശല്യക്കാരുണ്ട്, അവന്റെ പേര് ബകാസുരൻ എന്നാണ്. അവൻ എപ്പോഴും അവനൊരു കണ്ടീഷൻ ഉണ്ട്, എല്ലാ ദിവസവും ഒരാള് ഭക്ഷണമായിട്ട് വരണം മുള്ളക്കാട്ടിൽ. അപ്പൊ എന്നിട്ട് ബകാസുരൻ ആ ഫുഡും കഴിക്കും, അവിടുത്തെ ഉള്ള ബുള്ളും കഴിക്കും, അവിടുത്തെ ഉള്ള മനുഷ്യനെയും കഴിക്കും. അപ്പൊ കുന്തിദേവി പറഞ്ഞു അതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല, എനിക്ക് 5 മക്കളുണ്ട്, എനിക്ക് അതില് ഒരാള് ഭയങ്കര സ്ട്രോങ് ആ, ഭീമൻ. എന്റെ മോൻ പോയിക്കോളുവാ, അവൻ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ എന്നിട്ട് അങ്ങനെ ഭീമൻ ബുള്ളക്കാട്ടും എടുത്തിട്ട് പോയി. അപ്പൊ ബുള്ളക്കാട്ടിട്ടു എടുത്തിട്ട് പോയപ്പോ എന്നിട്ട് അവിടെ എത്തിയപ്പോ ബകാസുരന്റെ പ്ലേസിൽ എത്തിയപ്പോ ഭീമന് ഈ ഫുഡ് കണ്ടിട്ട് കൊതിയായി, അത് ഇങ്ങോട്ട് കഴിക്കാൻ. അപ്പൊ എന്ത് ചെയ്യും, ഭീമൻ അതൊക്കെ എടുത്ത് താഴെ വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി ഭീമൻ തന്നെ. അപ്പൊ എന്ത് ചെയ്യും, ബകാസുരൻ വന്നിട്ട് നോക്കിയപ്പോ എന്റെ ഫുഡ് ആരാ കഴിക്കുന്നേ, ഞാൻ കഴിക്കാൻ പകരം എന്റെ ഫുഡ് ഇവൻ കഴിക്കുന്നു. അപ്പൊ നേരെ ചെന്നിട്ട് ചോദിച്ചു ആരാ എന്റെ ഫുഡ് കഴിക്കുന്നേ. അപ്പൊ പറഞ്ഞു എന്തായാലും വെയിറ്റ്, നീ ബുള്ളിനെ എന്നെ തിന്നത്തില്ലേ, അപ്പൊ നിന്റെ വിശപ്പ് മാറത്തില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്റെ വിശപ്പ് മാറുന്നു. എന്നിട്ട്
തിന്ന് 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 അവസാനം തിന്നാൻ റെഡി ആയപ്പോ ദാ എടുത്തു നോക്കുക അത് ഒറ്റ അടി. അപ്പൊ എന്ത് ചെയ്തു? ബഗാസുരൻ നേരെ താഴെ കിടന്നു. അപ്പൊ എന്നിട്ട് ഒരു മയം പിഴിഞ്ഞെടുത്തിട്ട് ഒറ്റ അടി. അപ്പൊ എന്ത് ചെയ്തു? അതോടെ എന്താ ബഗാസുരൻ മരിച്ചുപോയി. അങ്ങനെ തിരിച്ച് ബുള്ളോക്കാട്ടുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്നിട്ട് അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. പിന്നെ കുന്തിദേവി പ്ലസും ചെയ്തു. താങ്ക് യു. വെരി ഗുഡ്. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കിയേ? നമ്മൾ എന്ത് മനസ്സിലാക്കി? Moral of the story is don't become ശല്യക്കാരൻ. വെരി ഗുഡ്. പിന്നെ ഡോണ്ട് ബിക്കം ശല്യക്കാരൻ. പിന്നെന്താ മനസ്സിലാക്കിയത്? വെരി ഗുഡ്. നമ്മള് ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്നാൽ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. എല്ലാത്തിനും റൈറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. വെരി ഗുഡ് അഭിജിത്ത് എന്നല്ലേ? വെരി ഗുഡ് അഭിജിത്ത്. നമ്മൾ ഇന്നത്തെ ആ സ്റ്റോറിയുമായിട്ട് കൊള്ളാം, നല്ല സ്റ്റോറി ആയിരുന്നു. അപ്പം എല്ലാത്തിനും ഈ രണ്ട് കഥകളും പറയുന്നത് ഭഗവാനുമായിട്ടൊരു ലിങ്ക് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അനഭി അമ്മയുടെ ചെറിയൊരു വെള്ള നെറ്റി മാത്രമേ കാണുന്നുള്ളൂ. മനോജ് എന്താ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണോ? അച്ഛൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ ഇന്ന് വെളുപ്പിനാ വന്നേ. ഇവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചത് മനോജ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണോ എന്ന് ചോദിച്ചതാണ്. സ്ക്രീൻ വലുതാക്കണം. ഓക്കെ. പിന്നെ ഇനി ആർക്കാ കഥ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയണോ? ഓ പറഞ്ഞോളൂ പെട്ടെന്ന്. ഇതേപോലുള്ള സ്റ്റോറികൾ അടുത്ത ആഴ്ചത്തേക്ക് ഇനി ബാക്കിയുള്ള എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. സ്റ്റോറികൾ പറയുക. എന്റെ അടുത്ത് നേരത്തെ പറയുക. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ സംസാരം ഞാൻ കുറച്ച് കുറയ്ക്കാം. ഓക്കെ, പറഞ്ഞോളൂ ആംഗിരസ്. ഹരേഷ് ഞാൻ ഒരെണ്ണം പറയട്ടെ. ഒരു ദിവസം ഗുരു ശിഷ്യന്മാരെ പഠിപ്പിച്ച് ഒരു ഫൈനൽ ഡേ ടെസ്റ്റ് നടപ്പിക്കുകയായിരുന്നു. അപ്പൊ ആ ശിഷ്യന്മാരുടെ ഇടയ്ക്ക് ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആ ശിഷ്യന്റെ പേരായിരുന്നു മണ്ടശിരോമണി. മണ്ടശിരോമണി പഠിത്തത്തിനകത്ത് ഭയങ്കര ലേസി ആയിരുന്നു. അത്ര പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഗുരുവിന്റെ പത്നിയെ കുക്കിനകത്തും പിന്നെ സാധനങ്ങൾ കൊണ്ടുവരാനും ബുഷസ് എല്ലാം വെക്കാനെല്ലാം സഹായിക്കുമായിരുന്നു. പഠിക്കാതെ ഇരിക്കായിരുന്നു. അപ്പം ബാക്കി കുട്ടികള് എപ്പോഴും മണ്ടശിരോമണിയെ കളിയാക്കാറുണ്ടായിരുന്നു. പെട്ടെന്ന് ഫൈനൽ ഡേ ടെസ്റ്റ് വന്നായിരുന്നു. ഗുരു ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞ് എല്ലാവരും ഈ പഴം ആരും കാണാതെ ഫോറസ്റ്റിൽ പോയി എവിടെയും പോയി ഒളിഞ്ഞ് കഴിച്ചിട്ട് വരാം, ആരും കാണാതെ. പെട്ടെന്ന് എല്ലാവരും പോയി കഴിച്ചിട്ട് വന്നു. പക്ഷെ മണ്ടശിരോമണി തിരിച്ചു വന്നപ്പം മണ്ടശിരോമണിന്റെ കയ്യില് ഒരു പഴം ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഗുരു മണ്ടശിരോമണിന്റെ അടുത്ത് ചോദിച്ച് എന്താ മണ്ടശിരോമണി പഴം കഴിക്കാതെ തന്നെയാണ്. പെട്ടെന്ന് മണ്ടശിരോമണി പറഞ്ഞ്, ഗുരു, ഞാൻ എവിടെ പോയി കഴിക്കാൻ നോക്കിയാലും ഭഗവാൻ എന്നെ കാണുന്നുണ്ട്. സോ ദ മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ്, നമ്മൾ എപ്പം ഭഗവാനെ മനസ്സിൽ ചിന്തിക്കണോ ആ സമയത്ത് ഭഗവാൻ നമ്മുടെ കൂടെ എപ്പം ഉണ്ടാവും. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്നത്തെ എല്ലാ കഥകളും ഭഗവാനുമായിട്ട് കൃത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അതാണ് തരേണ്ടത്. ഇനി നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്യാം. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും പുതിയ പുതിയ കഥകളുമായിട്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ കഥകളുമായിട്ട് വരും. അപ്പം ആ കഥകളില് കുട്ടികൾക്ക് ആരാ കൈവക്കിയത്? അനവി കൈവക്കിയോ? ഇല്ല. പുതിയ കഥകളുമായിട്ട് അതിനകത്ത് അച്ഛനമ്മമാരുടെ റോള് അച്ഛനമ്മമാര് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായില്ലേ? നമ്മളെല്ലാ കുട്ടികളും നല്ല രീതിയിൽ നല്ല ഭഗവാനുമായിട്ട് അറിയണം. അതുപോലെ
നമ്മളൊരു പബ്ലിക് ഇന്ററാക്ഷൻ ഉണ്ടാവണം, നമ്മൾ പൊതുസമൂഹത്തിലേക്ക് പോകുന്നതാണ്. അവരുമായിട്ട് സംസാരിക്കാനും കാര്യ ഗൗരവത്തോടെ പെരുമാറാനും നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിക്കണം. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മനോജി എങ്ങനുണ്ട്? വളരെ ബെറ്ററാണ് അല്ലാജി. കാരണം ചെക്കപ്പിന് പോയിരുന്നു, പോയിട്ട് വന്നിട്ട് ഒരുവിധം ഇംപ്രൂവ്മെന്റ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച വീണ്ടും ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ചെയ്തായിരുന്നു. എന്തായാലും ഒരു ബെറ്റർ കണ്ടീഷനിലാണ് ഇപ്പൊ. ഞാൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തോ? പറയുന്നുണ്ടോ? അതെ ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്താ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആയി പോയി? ഇന്നലെ എനിക്ക് അലയിലായിരുന്നു. അലയിൽ നീ വന്നിട്ട് പോവാനേ, ഇവിടെ കോവിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണ്ടേ പോവാൻ. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കണേ. വിളിക്കാം. പുഷ്പൻജി എങ്ങനുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എങ്ങനുണ്ട് അമ്മയ്ക്ക്? മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ അടുത്ത മാസം 5-ാം തീയതി പോണം. അപ്പോ ഇനി അതിന്റെ അടുത്ത മാസം ഈ വരുന്നത് 5-ാമത്തെ മാസമാണ്. ഇനിയിപ്പോ 6-ാമത്തെ മാസം പോയിട്ട് ഇനി ചെക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കട്ടെ. പിന്നെ ഗോവിന്ദ് വീഡിയോയിൽ വന്നില്ലല്ലോ. ഗോവിന്ദ് നമ്മുടെ മുഖേഷിന ക്ലാസിന്റെ ഒരു സൂപ്പർമാനാണ്. അഡൽട്ട് ക്ലാസിന്റെ സൂപ്പർമാനാണ്, മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. അച്ഛനെവിടെ? ഗോവിന്ദ് അച്ഛനെവിടെ? അകത്ത. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പിറന്നാൾ നമുക്ക് ആശംസിക്കാം. അപർണേഷിന്റെ 3 പ്രാവശ്യം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇനി നമുക്ക് പുഷ്പൻജിയുടെ അമ്മയ്ക്കും മനോജിയുടെ അച്ഛനും വേണ്ടിയിട്ട് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാം. എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. അവരുടെ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്കും വേണ്ടിയിട്ടും ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും നമുക്കൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ പാഞ്ചാകൽപതരൂപ്യച്ച കൃപാ സിന്ധുഭ്യേവ ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാണ്യേകം തസ്യേവ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എനിക്കറിയാം പെട്ടെന്ന് പറഞ്ഞെന്താണെന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അല്ലേ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോൾ ശരി, അപ്പൊ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. ആഴ്ച വീണ്ടും കഥകളുമായിട്ട് വരാം. 9 10 അടുത്ത സ്റ്റോറി പറയാം. 7 6 5 4 3 2 1 bye.